മണ്ഡല മകരവിളക്ക് കാലം 15 ദിവസം പിന്നിടുമ്പോൾ ശബരിമലയിൽ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 13 ലക്ഷം കടന്നു. ഇന്ന് പുലർച്ചെ നട തുറന്നു മുതൽ സാധാരണ അനുഭവപ്പെടാറുള്ള തിരക്ക് ശബരിമലയിലുള്ളൂ. എന്നുവെച്ചാൽ അഭൂതപൂർവമായ തിരക്കൊന്നും ഇപ്പോൾ ശബരിമലയിലില്ല. നാളെ മുതൽ ശബരിമലയിൽ കേരളീയ സ്റ്റൈലിൽ സദ്യ വിളമ്പാനും തീരുമാനമായിട്ടുണ്ട്. MG പ്രതീഷ് സദ്യയുടെ വിവരവും സദ്യയ്ക്കപ്പുറം ഭക്തർ കുറയുന്നതിൻ്റെ കാര്യവും നമ്മളുമായി പങ്കുവയ്ക്കുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി കഴിഞ്ഞ 2 ദിവസമാണ് ഏറ്റവും കുറവ് ഭക്തർ സന്നിധാനത്ത് എത്തിയത്. 60,000-ൽ താഴെ തീർത്ഥാടകരാണ് ഇന്നലെ ശബരിമലയിൽ ദർശനം നടത്തിയത്. സാധാരണ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത് പതിവായിരുന്നു. പക്ഷേ ആ 2 ദിവസങ്ങളിലും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു. ഇതര സംസ്ഥാനത്തെ കാലാവസ്ഥയിലുണ്ടായ മാറ്റം തീർത്ഥാടനത്തെ ബാധിച്ചു എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും പറയുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ വലിയ തീർത്ഥാടന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ അനുഭവപ്പെടാറുള്ള നിയന്ത്രിക്കാൻ കഴിയുന്ന തിരക്ക് മാത്രമേ നിലവിൽ സന്നിധാനത്തുള്ള ഈ സോപാനത്തിന് സമീപത്തുള്ള ഫ്ലൈ ഓവറിലും താഴെ 18 പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും തീർത്ഥാടകരുടെ നീണ്ട നിരയുണ്ട്. പക്ഷേ അധികം കാത്തു നിൽക്കാതെ തന്നെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം ഇതുവരെ ദർശനം നടത്തി ഇന്ന് നട തുറന്നത് മുതൽ 25,000-ഓളം തീർത്ഥാടകർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തി എന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ മുതൽ സന്നിധാനത്ത് ഒരു മാറ്റത്തിന് തുടക്കമാവുകയാണ്. അത് സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൽ ഉച്ചഭക്ഷണ മെനു നാളെ പരിഷ്കരിക്കുന്നു. നാളെ മുതൽ കേരളീയ സദ്യ സന്നിധാനത്ത് വിളമ്പും. 7 വിഭവങ്ങളോടെ കൂടിയാണ് കേരളീയ സദ്യ നൽകുന്നത്. ഈ പപ്പടവും പായസവും ഉൾപ്പെടെ ഈ കേരളീയ സദ്യയിൽ ഉണ്ടാകും. ഈ സദ്യ വിളമ്പുന്നതിനായി പ്രത്യേക പാത്രങ്ങൾ സന്നിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. ചിദംബരത്തെ ഭക്തരാണ് 2000 പാത്രങ്ങൾ ഈ ശബരിമലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. ഒപ്പം കൂടുതൽ തൊഴിലാളികൾ ജീവനക്കാരെയും അന്നദാന മണ്ഡപത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയാണ് ഈ സദ്യ വിളമ്പുന്നത്. 4000 തീർത്ഥാടകർക്കുള്ള സദ്യയാണ് ഈ ക്രമീകരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലാതെ കുറ്റമറ്റ രീതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.